This topic is important. Financial markets. Financial markets. It's important. ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഈ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഉണ്ടാകുന്നത് ഈ ലെൻഡേഴ്സ് ബോറോവേഴ്സ് മീറ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ലെൻഡേഴ്സ് ഇവരുടെ പൈസ വരുന്നു, പൂൾ ചെയ്യുന്നു, ഇത് ബോറോവേഴ്സിന് കൊടുക്കുന്നു എന്നൊക്കെ പറയുന്ന ഈ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, ഈ ഫൈനാൻഷ്യൽ ഫ്ലോന്റെ ഒരു ആക്ടിവിറ്റി, ആ ഒരു ആക്ടിവിറ്റി നടക്കുന്ന ഒരു മാർക്കറ്റ് ഇവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഏതൊരു രാജ്യം എടുത്താലും അവിടെ ഒരു ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഓപ്പറേഷൻ അവിടെ നടക്കുന്നുണ്ട്. ഈ ഫൈനാൻഷ്യൽ മാർക്കറ്റിനെ നമുക്ക് ടേമിനനുസരിച്ച് എത്ര എത്ര ഇയേഴ്സിലേക്ക് എന്നുള്ള ടേമിനനുസരിച്ച് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ക്യാപിറ്റൽ മാർക്കറ്റ്സ് ഉണ്ട്, എന്താ പറയുക, ക്യാപിറ്റൽ മാർക്കറ്റ്സ് ഉണ്ട്, പിന്നെ മണി മാർക്കറ്റ്സ് ഉണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റ്സ് ഉണ്ട്, മണി മാർക്കറ്റ്സ് ഉണ്ട്. എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ്സ്, എന്താണ് മണി മാർക്കറ്റ്സ്? ക്യാപിറ്റൽ മാർക്കറ്റ്സ് എന്ന് പറയുമ്പോൾ മീഡിയം ടേമും ലോങ് ടേമും, ലൈക്ക് 5ന്റെ മുകളിലേക്ക് 10, 15, 20, അത്രയും ലോങ് ടേമിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ്, ലോങ് ടേമിലേക്കുള്ള ലോൺ, ബോറോയിങ്സ്, ഇതൊക്കെ നടക്കുന്ന മാർക്കറ്റ്സ് ഉണ്ട്. ആ മാർക്കറ്റ്സിന് നമ്മൾ എന്ത് പറയും? ക്യാപിറ്റൽ മാർക്കറ്റ്സ് ആണ്. ക്യാപിറ്റൽ മാർക്കറ്റ്സിന്റെ എക്സാമ്പിൾ ആണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ. ഈ സ്റ്റോക്ക് മാർക്കറ്റ്, ബോണ്ട് മാർക്കറ്റ് ഒക്കെ അല്ലേ, ലോങ് ടേമിലേക്കുള്ള സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നു. ഒരു കമ്പനി സ്റ്റോക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാന്ന് പറയുന്നത് എന്താ? ലോങ് ടേമിലേക്ക് റേസ് ചെയ്യണം. ഇപ്പൊ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരും എന്തായിരിക്കും? ലോങ് ടേമിലേക്ക് ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബട്ട് അവിടെ സെക്കൻഡറിയിൽ നമുക്ക് എന്താണ് ഇൻവെസ്റ്റ് ചെയ്ത്, ഞാൻ ആദ്യം ഒരു ഷെയർ വാങ്ങിച്ചു എന്ന് വെച്ചിട്ട് കാലാകാലം ഞാൻ തന്നെ ഷെയർ ഹോൾഡ് ചെയ്യണമെന്നൊന്നുമില്ല. എനിക്ക് ആ ഷെയർ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് വേണ്ടാത്ത സമയത്ത് വിറ്റിട്ട് വേറെ ആൾക്ക് കൊടുക്കാം. ഞാൻ സെല്ല് വേറെ ആൾ പൈസ. അപ്പൊ പ്രൈമറി ആക്ടിവിറ്റി ഉണ്ടായിരിക്കും, പ്രൈമറി മാർക്കറ്റ് ആക്ടിവിറ്റി ഉണ്ടായിരിക്കും, സെക്കൻഡറി മാർക്കറ്റ് ആക്ടിവിറ്റി ഉണ്ടായിരിക്കും. പ്രൈമറി മാർക്കറ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ പുതിയ സെക്യൂരിറ്റീസ് ആദ്യമായിട്ട് കമ്പനി ഇഷ്യൂ ചെയ്തു. ഇപ്പൊ ഒരു കമ്പനി ആദ്യമായിട്ട് ഒരു 10 ലക്ഷം ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, അത് പ്രൈമറി മാർക്കറ്റ് ആക്ടിവിറ്റി. അത് ആദ്യമായിട്ട് വാങ്ങിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും. ഈ പ്രൈമറി മാർക്കറ്റ് ആക്ടിവിറ്റി മാത്രമല്ല സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് നടക്കുന്നുണ്ട്? സെക്കൻഡറി മാർക്കറ്റ് ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. സെക്കൻഡറി മാർക്കറ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർസ് ഓണേഴ്സ് ചേഞ്ച് ആവുന്നുണ്ട്. സെല് ചെയ്യുന്ന ആൾക്കാർ സെല് ചെയ്യുന്നുണ്ട്, ബൈ ചെയ്യുന്ന ആൾക്കാർ ബൈ ചെയ്യുന്നുണ്ട്. അതാണ് സെക്കൻഡറി മാർക്കറ്റ് ആക്ടിവിറ്റി. അപ്പോൾ ഇവിടെയൊക്കെ എന്തുണ്ട്? പ്രൈമറി മാർക്കറ്റ് ആക്ടിവിറ്റി ഉണ്ടായിരിക്കും, സെക്കൻഡറി മാർക്കറ്റ് ആക്ടിവിറ്റി ഉണ്ടായിരിക്കും. ഇപ്പൊ ലോങ് ടേം ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിനെയാണ് ക്യാപിറ്റൽ മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. ഷോർട്ട് ടേം മാർക്കറ്റ്സിനെയാണ് മണി മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് എന്തൊക്കെയുണ്ട്? ക്യാപിറ്റൽ മാർക്കറ്റ്സ് ഉണ്ട്, മണി മാർക്കറ്റ്സ് ഉണ്ട്. ഷോർട്ട് ടേം ക്യാപിറ്റൽ മാർക്കറ്റ്സ്, ലോങ് ടേമിൽ ക്യാപിറ്റൽ മാർക്കറ്റ്സ്, ഷോർട്ട് ടേം മണി മാർക്കറ്റ്സ്, അങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റ്സിനെ കുറിച്ച് പറയാം. ക്യാപിറ്റൽ മാർക്കറ്റ്സ് എന്ന് പറയുമ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഇൻവോൾവ് ചെയ്യുന്ന, ലോങ് ടേമിലേക്കായിരിക്കും അവിടെ ലെൻഡേഴ്സ് ലെൻഡ് ചെയ്യുന്നത്, ബോറോസ് ബോറോ ചെയ്യുന്നതും അതുപോലെ ലോങ് ടേമിലേക്കായിരിക്കും. ഓക്കെ, UK മെയിൻ ക്യാപിറ്റൽ മാർക്കറ്റ്സ് ഏതൊക്കെയാണ് ഇങ്ങനെ കാണാതെ പഠിക്കണ്ടേ? സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഒഫീഷ്യൽ ലിസ്റ്റ് അറ്റ് ദ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് മാർക്കറ്റ്, ഓക്കെ, യൂറോ ബോണ്ട് മാർക്കറ്റ്. അപ്പൊ ഇവിടെ ഇക്വിറ്റീന്റെ മാർക്കറ്റ് ഉണ്ടായിരിക്കും, ഡെപ്റ്റിന്റെ മാർക്കറ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഈസിയർ റെഗുലേഷൻ ആണ്. സ്മോളർ കമ്പനീസിനൊക്കെ കുറച്ചും കൂടി അപ്പീലിംഗ് ആണ് ഈ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത്, ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് മാർക്കറ്റ് എന്ന് പറയും. ഒഫീഷ്യൽ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ആ ഒറിജിനൽ സ്റ്റോക്ക് മാർക്കറ്റ്. പിന്നെ യൂറോ ബോണ്ടിന്റെ മാർക്കറ്റ് ഉണ്ടായിരിക്കും, ലാർജ് ഇന്റർനാഷണൽ കമ്പനിയൊക്കെ ചെയ്യുന്ന യൂറോ ബോണ്ട് മാർക്കറ്റ് ഫോറിൻ കറൻസി ആണ്. യൂറോ ബോണ്ട് എന്താണെന്നുള്ളത് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. യൂറോ ബോണ്ട് എന്താണ്? ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്സ്, ആ സമയത്ത് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ UK മാർക്കറ്റ്സ് ആണ്. വേറെ കൺട്രി ആണെങ്കിൽ US ഇതൊക്കെ ഉണ്ട്, ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ജപ്പാനിലാണെങ്കിൽ ഇങ്ങനെ. അതൊന്നും ഒരിക്കലും അങ്ങനെ ചോദിക്കില്ല കേട്ടോ. ക്യാപിറ്റൽ മാർക്കറ്റ്സ് എന്ന് പറയാം, ക്യാപിറ്റൽ മാർക്കറ്റ്സ് ലോങ് ടേം ഈ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിനെയാണ് ക്യാപിറ്റൽ മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റൽ മാർക്കറ്റ്സ് ഒരു ഫിസിക്കൽ മാർക്കറ്റ് മീൻസ് ഒരു മാർക്കറ്റ് ഉണ്ട്, ഒരു മാർക്കറ്റ് ആക്ടിവിറ്റി ഡയറക്ട്ലി നടക്കുന്നുണ്ട്. ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് കമ്പനീസിന്റെ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു ജനറൽ പബ്ലിക് ആണ് അവിടുത്തെ എന്ത് ലെൻഡേഴ്സ് ആയിട്ട് വരുന്നത്, അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓപ്പറേഷൻ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണ്, ഒരു ഇമ്പോർട്ടന്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനാണ്. ഇനി ക്യാപിറ്റൽ മാർക്കറ്റ്സ് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യും? ഇക്വിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഡെപ്റ്റ് ക്യാപിറ്റലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇക്വിറ്റി ക്യാപിറ്റലും ഉണ്ട്, ഡെപ്റ്റ് ക്യാപിറ്റലും ഉണ്ട്.
പല പല കമ്പനീസിന്റെയും ഇക്വിറ്റി ഷെയർസും ട്രേഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സും ട്രേഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്തിട്ട് അത് ഷെയർ ട്രേഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇക്വിറ്റി ക്യാപിറ്റലും ഉണ്ട്, ഡെപ്റ്റ് ക്യാപിറ്റലും ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇക്വിറ്റി ക്യാപിറ്റലാണ് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളൊക്കെ, സ്റ്റോക്ക് സ്റ്റോക്ക് മാർക്കറ്റൊക്കെ, ക്യാപിറ്റൽ മാർക്കറ്റിലെ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഇക്വിറ്റി സെക്യൂരിറ്റീസ് ആണ് അവിടെ വരുന്നത്, ഇഷ്യൂ ചെയ്യുന്നതും അതിന്റെ സെക്കൻഡറി മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഡെപ്റ്റ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ബോണ്ട് മാർക്കറ്റ്സ് ഉണ്ട്, ബോണ്ട് മാർക്കറ്റ്സ് ലോങ് ടേം ഫണ്ടിങ് നീഡ്സ് ആണ്, 5+ ഇയേഴ്സ്. അതാണ് ക്യാപിറ്റൽ മാർക്കറ്റ്സ്. ക്യാപിറ്റൽ മാർക്കറ്റ്സ് എന്ന് പറയുമ്പോൾ ലോങ് ടേം ഫൈനാൻഷ്യൽ മാർക്കറ്റ് അങ്ങനെ പഠിക്കും. ഇനി എന്താ മണി മാർക്കറ്റ്? മണി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ബോറോയിങ്ങും ലെൻഡിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്, ബാങ്കും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും എല്ലാവരും വെച്ചിട്ട്. ഇതൊരു ഫിസിക്കൽ മാർക്കറ്റ് ഒന്നല്ല കേട്ടോ. മണി മാർക്കറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പിന്നെ മെയിൻലി ബാങ്ക് ബാങ്ക് കൂടാത്ത വേറെ കുറെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ഡിസ്കൗണ്ട് ഹൗസ്, ഇങ്ങനെയുള്ള ലീസിങ് കമ്പനീസ്, അങ്ങനെയുള്ള പല പല ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ. നേരത്തെ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറിൽ പറഞ്ഞ പല പല കാര്യങ്ങളും പല ആൾക്കാരും അവരൊക്കെ ചെയ്യുന്ന ഷോർട്ട് ടേം ക്യാപിറ്റൽ എക്സ്ചേഞ്ച് ആണ്. ഷോർട്ട് ടേം ആയിട്ടുള്ള ക്യാപിറ്റൽ എക്സ്ചേഞ്ച് ആണ് അവിടെ നടക്കുന്നത്. മണി മാർക്കറ്റ്സിൽ എന്താ നടക്കുന്നത്? ഷോർട്ട് ടേം ക്യാപിറ്റൽ എക്സ്ചേഞ്ച് ആണ്. ക്യാപിറ്റൽ മാർക്കറ്റ്സിലെ ലോങ് ടേമിലേക്കുള്ള ക്യാപിറ്റൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആവുകയാണ്. അത് സ്റ്റോക്ക് മാർക്കറ്റും ബോണ്ട് മാർക്കറ്റും ആണ് അവിടെ ഉള്ളത്. മണി മാർക്കറ്റ്സിൽ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു ഫിസിക്കൽ മാർക്കറ്റ് ഇല്ല, സെപ്പറേറ്റ് മാർക്കറ്റ് ഒന്നുമില്ല മണി മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ കുറെ ആൾക്കാർ ചെയ്യുന്ന മണി മാർക്കറ്റ് ആക്ടിവിറ്റിയാണ്. ബാങ്ക്, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ലീസിംഗ് കമ്പനി, നേരത്തെ പറഞ്ഞ പോലെ ലീസിംഗ് കമ്പനി, ഇതുപോലത്തെ ഡിസ്കൗണ്ട് ഹൗസസ്, പല പല ഫൈനാൻസ് കമ്പനീസ്, ഇങ്ങനെയുള്ള പല ആൾക്കാരും പല ഇന്റർമീഡിയറ്റ്സും എന്ത് ചെയ്യുന്നുണ്ട്? മണി മാർക്കറ്റ് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. മണി മാർക്കറ്റ് ആക്ടിവിറ്റി. അപ്പൊ മണി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ക്യാപിറ്റൽ എക്സ്ചേഞ്ചിന്റെ ടേം എന്താ? ലോങ് ടേം അല്ല, ഷോർട്ട് ടേം ക്യാപിറ്റൽ എക്സ്ചേഞ്ച് ആയിരിക്കും. ഓക്കെ, ഇവരെന്തൊക്കെ ചെയ്യുന്നത്? ട്രാൻസ്ഫർ മണി ബിറ്റ്വീൻ, പൈസയുടെ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ പൈസ ഉള്ള ആൾക്കാരുടെ നിന്ന് പൈസ ഇല്ലാത്ത ആൾക്കാർക്ക്, ഇത് സർപ്ലസ് ആൾക്കാരുടെ നിന്ന് ഡെഫിസിറ്റ്. ഷോർട്ട് ടേം ആണ്. ഇനി ഗവൺമെന്റിനും ബിസിനസ്സിനൊക്കെ ഷോർട്ട് ടേമിലേക്ക് ഫണ്ട്, 3 മാസത്തേക്ക്, 6 മാസത്തേക്ക്, 1 വർഷത്തേക്കൊക്കെ ഷോർട്ട് ടേം ഫണ്ടിന്റെ ആവശ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മണി മാർക്കറ്റ്സ് ആയിട്ടുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെയും ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മണി മാർക്കറ്റ്സ് ഇല്ലേ, ഇത് നമ്മൾ എക്കണോമിക് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കട്ടോ. ദാറ്റ് ഈസ്, ഈ മണി മാർക്കറ്റ്സിൽ ഈ ഷോർട്ട് ടേം ഇൻട്രസ്റ്റ് റേറ്റിനെ സെറ്റ് ചെയ്യുന്നുണ്ട് ആര്? ഷോർട്ട് ടേം ഇൻട്രസ്റ്റ് റേറ്റിനെ സെറ്റ് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ്. ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഷോർട്ട് ടേം ഇൻട്രസ്റ്റ് റേറ്റിനെ സെറ്റ് ചെയ്യുന്നുണ്ട്. സെറ്റിംഗ് ഷോർട്ട് ടേം ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയും ത്രൂ RBI ആണ്. RBIന്റെ ആക്ടിവിറ്റി ത്രൂ എന്ത് ചെയ്യുന്നുണ്ട്? സെൻട്രൽ ബാങ്ക് ഇല്ലേ, RBI എന്നല്ല, അവിടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. സെൻട്രൽ ബാങ്ക്, ഈ സെൻട്രൽ ബാങ്ക് ത്രൂ എന്ത് ചെയ്യുന്നുണ്ട്? ഷോർട്ട് ടേം ഇൻട്രസ്റ്റ് റേറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. എക്കണോമിയിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുക കുറയ്ക്കുക എന്നൊക്കെ പറയും. മോണിറ്ററി പോളിസി എന്നാണ് പറയാം, നമ്മൾ പഠിക്കാനുണ്ട് മോണിറ്ററി പോളിസി. അപ്പൊ അതൊക്കെ എവിടെയാണ് നടക്കുന്നത്? ഒരു ഗവൺമെന്റ് അവരുടെ മോണിറ്ററി പോളിസി, എക്കണോമിനെ കൺട്രോൾ ചെയ്യുന്ന മോണിറ്ററി പോളിസി ഒക്കെ ചെയ്യുന്നത്, അതൊക്കെ അവര് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുക കുറയ്ക്കുക എന്നൊക്കെ സെറ്റ് ചെയ്യുന്നത് മണി മാർക്കറ്റ്സിലാണ്. ഓക്കെ, ഇനി ബിസിനസ്സിന് റിസ്ക് മാനേജ് ചെയ്യാനുള്ള കുറെ ടൂൾസ് ഉണ്ടല്ലോ, ഹെഡ്ജിങ് ടൂൾസ്. നമ്മളിവിടെ പഠിക്കുന്നുണ്ട്, റിസ്ക് മാനേജ്മെന്റ് പഠിക്കുന്നുണ്ട്. ഈ ഹെഡ്ജിങ് ടൂൾസ് ലൈക്ക് ഡെറിവേറ്റീവ്സ്, ഫോർവേഡ് കോൺട്രാക്ട്സ്, മണി മാർക്കറ്റിന്റെ ഹെഡ്ജിങ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ എവിടെ നടക്കുന്നത്? മണി മാർക്കറ്റ്സിലാണ്. മണി മാർക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പോകാനൊരു സ്ഥലമൊന്നും കേട്ടോ. ഒരുപാട് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ആണ്. അവർ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ, അവിടുത്തെ കുറെ കാര്യം, ഇതൊക്കെയാണ് മണി മാർക്കറ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ മണി മാർക്കറ്റിൽ പൈസയുടെ ട്രാൻസ്ഫർ ഉണ്ട്, ഉള്ള ആൾക്കാരിൽ നിന്ന് ഇല്ലാത്ത ആൾക്കാരിലേക്ക്. ബിസിനസ്സും ഗവൺമെന്റ് ഒക്കെ ഷോർട്ട് ടേമിലേക്ക് ഫണ്ട് റേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് മോണിറ്ററി പോളിസി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻട്രസ്റ്റ് റേറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മണി മാർക്കറ്റിലാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ബിസിനസ്സുകൾക്ക് ഹെഡ്ജ് അല്ല, റിസ്ക് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇങ്ങനത്തെ കുറെ റോൾസ് ഉണ്ട് മണി മാർക്കറ്റ്സിന്. ഓക്കെ, ഇത് മനസ്സിലാക്കാം മണി മാർക്കറ്റ്സിനെ കുറിച്ചിട്ട്. ഓക്കെ, സോ മണി മാർക്കറ്റ്സിൽ ഒരു കാര്യങ്ങൾ പറയാണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് ചെറിയൊരു ഒരു ബ്രേക്ക് തരാം. ബ്രേക്ക് മീൻസ് ഒന്ന് റിലാക്സ് ചെയ്യാം. മണി മാർക്കറ്റ്സിൽ അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ എക്സ്ചേഞ്ച് നടത്തുന്ന മണി മാർക്കറ്റ്സ് ഇല്ലേ, അവിടെ ഡീൽ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? ഇൻട്രസ്റ്റ് ബിയറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ഡിസ്കൗണ്ട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്,
ഡെറിവേറ്റീവ് പ്രൊഡക്ട്സ് ഉണ്ട്. മൂന്നെണ്ണമാണ്: ഇൻട്രസ്റ്റ് ബെയറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ഡിസ്കൗണ്ട് ഇൻസ്ട്രുമെന്റ്സ്, ഡെറിവേറ്റീവ് പ്രൊഡക്ട്സ്. എന്താണ് ഇൻട്രസ്റ്റ് ബെയറിംഗ് ഇൻസ്ട്രുമെന്റ്സ്? ഇൻട്രസ്റ്റ് ബെയറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുമ്പോൾ ഡെപ്റ്റ്. ഓക്കെ, ഡെപ്റ്റ്. ഡെപ്റ്റ് മീൻസ് ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് അതിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അത് ഇഷ്യൂ ചെയ്യുന്ന ആള് ഇൻട്രസ്റ്റ് കൊടുക്കണം, അതിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആള്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ഇപ്പൊ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആര് ഇഷ്യൂ ചെയ്യുന്നതാണ്? ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നത്. ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നത് അതിനൊരു ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായിരിക്കും, ഒരു മെച്ചൂരിറ്റി ഡേറ്റ്. അത്രയും മെച്ചൂരിറ്റിയിലേക്ക് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. അതിനെന്താണ് ബാങ്ക് കൊടുക്കുക? ഇൻട്രസ്റ്റ്. അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അതാണ് ഇൻട്രസ്റ്റ് ബിയറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. റീപർച്ചേസ് എഗ്രിമെന്റ്സ് ഉണ്ട്. ഷോർട്ട് ടേം ലോൺസിനെ പറയുന്ന പേരാണ് ഷോർട്ട് ടേം ലോൺസ്. വളരെ ഷോർട്ട് ടേം ആയിട്ടുള്ള ലോൺസ്. ആ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുമ്പോൾ ഒരു ഇൻവെസ്റ്റർക്ക് ഇഷ്യൂ ചെയ്യുന്നു. റീപർച്ചേസ് എഗ്രിമെന്റ് എന്ത് ചെയ്യുന്നു? ഒരു എന്താ പറയാ, ഒരു ഇൻവെസ്റ്റർക്ക് ഇഷ്യൂ ചെയ്യുന്നു. അപ്പൊ ആ ഇൻവെസ്റ്ററിന് പൈസ വാങ്ങിക്കും. അവിടുത്തെ എഗ്രിമെന്റ് എന്താ? ടു റീപർച്ചേസ് ദം. ആ ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റി, റീപർച്ചേസ് എഗ്രിമെന്റ്, ആ ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റി എന്താണ്? ആ ഒരു ഫിക്സഡ് പ്രൈസിന് ആ സ്പെസിഫിക് ഡേറ്റിൽ എന്ത് ചെയ്യും? തിരിച്ചു വാങ്ങിക്കും. ഈ ഒരു അഗ്രിമെന്റിനെയാണ് റീപർച്ചേസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഷോർട്ട് ടേമിലേക്കുള്ള ആ ഒരു ഫൈനാൻസിങ് ചെയ്യുന്നു. റീപർച്ചേസ് എഗ്രിമെന്റ് ഇതൊക്കെ ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ അതിനൊരു ഇൻട്രസ്റ്റും പറഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇപ്പൊ ഒരു ഒരു 1 വീക്കിലേക്കൊക്കെ ആണെങ്കിൽ ഒരു ഇൻവെസ്റ്റർക്ക് ആ ഒരു റീപർച്ചേസ് എഗ്രിമെന്റ് ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ അയാളുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. ആ പീരീഡിലേക്ക് ആ പൈസയും തിരിച്ചു കൊടുക്കും. ആ പീരീഡ് കഴിയുമ്പോൾ ആ പൈസയും പ്ലസ് എക്സ്ട്രാ ഉള്ള ഇൻട്രസ്റ്റും കൂടെ തിരിച്ചു കൊടുക്കും എന്ന് പറയും. പിന്നെ വളരെ ഷോർട്ട് ടേമിലേക്കുള്ള ഇങ്ങനത്തെ ലോൺസ് ഒക്കെ എടുക്കുന്നതിനെയാണ് റീപർച്ചേസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മുനിസിപ്പൽ നോട്ട്സ്, അത് അവിടുത്തെ സിറ്റീസ്, യു കെയിലുള്ള സിറ്റീസ് എന്ന് പറയുന്ന സിറ്റീസ്, അവിടുത്തെ കൗൺസിൽസ് ആൻഡ് സിറ്റീസ് ഒക്കെ ഉണ്ട്. അവർ ഇഷ്യൂ ചെയ്യുന്ന ഷോർട്ട് ടേം ഡെപ്റ്റിനെ പറയുന്ന പേരാണ് മുനിസിപ്പൽ നോട്ട്സ് എന്ന് പറയും. മുനിസിപ്പൽ നോട്ട്സ് എന്ന് പറയും. ഓക്കെ, ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് ഒന്നും വേണ്ട. ജസ്റ്റ് മണി മാർക്കറ്റ്സിലുള്ള പല പല സെക്യൂരിറ്റീസ്, ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റി ഉണ്ട്. അതിന് ഇൻട്രസ്റ്റ് ആയിരിക്കും. അവിടുത്തെ ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇത് ആ ക്യാപിറ്റൽ എക്സ്ചേഞ്ച് നടക്കുന്നില്ലേ, ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് എന്ത് കിട്ടും, ബോറോ ചെയ്യുന്ന ആൾക്ക് കൊടുക്കണം, ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇൻവെസ്റ്റ്മെന്റ്, ഈ ഇൻട്രസ്റ്റ് ബെയറിംഗ് ഇൻസ്ട്രുമെന്റ്സിന് ഇൻവെസ്റ്റ്മെന്റ് ബോറോയിങ് ആയിരിക്കും. ഇൻവെസ്റ്റ്മെന്റ് ബോറോയിങ് അങ്ങനെ ഉണ്ടായിരിക്കും. ഇനി ഡിസ്കൗണ്ട് ഇൻസ്ട്രുമെന്റ്സും ഇവിടെ ഡീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് കമ്പനിയുടെ അടുത്ത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടാവാറുണ്ട്. ഇന്റർനാഷണൽ ട്രേഡ് ഒക്കെ നടത്തുന്ന സമയത്ത് ഒരാൾ എനിക്ക് പൈസ തരാനുണ്ടെങ്കിൽ അതിന്റെ ഒരു പേയ്മെന്റ് ഗ്യാരണ്ടി എന്നുള്ള രീതിയിൽ ഞാൻ വാങ്ങിക്കുന്ന ഡോക്യുമെന്റ് ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ അയാൾ ആ സമയത്ത് പൈസ തരാം എന്നുള്ളത് കാണിക്കുന്ന ഡോക്യുമെന്റ്. ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എനിക്ക് ഡിസ്കൗണ്ട് ചെയ്തിട്ട് പൈസ അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് എനിക്ക് ഡിസ്കൗണ്ട് ഇൻസ്ട്രുമെന്റ് എന്ന് പറയാം. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. അത് ഹോൾഡ് ചെയ്യുന്നില്ല, ഹോൾഡ് ചെയ്യാതെ എനിക്ക് പെട്ടെന്ന് പൈസ വേണമെങ്കിൽ ഇതുപോലത്തെ ബാങ്ക് ഒക്കെ നോർമലി ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഹൗസസ് ഇല്ലേ, അവിടെ പോയിട്ട് എനിക്ക് എന്ത് ചെയ്യാം? ഡിസ്കൗണ്ട് ചെയ്തിട്ട് പൈസ ആക്കാം. ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഇനി കൊമേഴ്ഷ്യൽ പേപ്പർ ഉണ്ട്. കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറഞ്ഞാൽ കമ്പനീസ്, ഓക്കെ, ഭയങ്കര റെപ്യൂട്ടബിൾ ആയിട്ടുള്ള, നല്ല ക്രെഡിറ്റ് വർത്തിനെസ് ഉള്ള കമ്പനീസ് ഇല്ലേ, ഈ കമ്പനീസിന്റെ ഷോർട്ട് ടേം ആയിട്ടുള്ള കോർപ്പറേറ്റ് ഡെപ്റ്റ്, ലൈക്ക് ഷോർട്ട് ടേം ഡെപ്റ്റ് ആണ്, വളരെ ഷോർട്ട് ടേമിലേക്കുള്ള ഡെപ്റ്റിനെയാണ്, അൺസെക്യൂർഡ് ആയിട്ടുള്ള ഡെപ്റ്റിനെയാണ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. ഈ കൊമേഴ്ഷ്യൽ പേപ്പർ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഞാൻ കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്തു, എന്റെ കമ്പനി കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്തു ഇൻവെസ്റ്റർക്ക്. ഓക്കെ, എത്ര ദിവസത്തേക്ക്? 10 ദിവസം കഴിഞ്ഞിട്ട് ഞാനത് റെഡീം ചെയ്യും. അയാൾക്ക് ആ ഒരു കൊമേഴ്ഷ്യൽ പേപ്പർ പെട്ടെന്ന് എന്ത് ചെയ്യാം? ഡിസ്കൗണ്ട് ചെയ്യാനൊക്കെ പറ്റും. ഡിസ്കൗണ്ട് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും. ഈ ഡിസ്കൗണ്ട് ചെയ്തിട്ട് പെട്ടെന്ന് ക്യാഷ് അങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഡിസ്കൗണ്ട് ഇൻസ്ട്രുമെന്റ്സിലാണ് കൊമേഴ്ഷ്യൽ പേപ്പർ വരുന്നത് മനസ്സിലാക്കാം. ഇനി ബാങ്കേഴ്സ് അക്സെപ്റ്റൻസ് ഉണ്ട്. ബാങ്കേഴ്സ് അക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ നേരത്തെ ഇന്റർനാഷണൽ ട്രേഡിലും ആ പൈസ തരാനുള്ള ആൾ അയാൾ തന്നോളാം എന്നുള്ള ഗ്യാരണ്ടിയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഇത് അയാൾ തന്നോളാം എന്നില്ല, അയാൾ തരും. ബട്ട് ആരുടെ ഗ്യാരണ്ടി? അയാളുടെ ബാങ്കിന്റെ ഗ്യാരണ്ടി, അയാളുടെ ആ ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഗ്യാരണ്ടി കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഗ്യാരണ്ടീഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്. ആ ഒരു
ഡോക്യുമെന്റിനെയാണ് നമ്മൾ ബാങ്കേഴ്സ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അറേഞ്ച്മെന്റ് കേട്ടിട്ടുണ്ടായിരിക്കും. ഇന്റർനാഷണൽ റിസീവബിൾസിന്, ഫോറിൻ റിസീവബിൾസിന്റെ കേസിൽ നമ്മൾ എന്താണ് ഈ ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ആ ഒരു ഇമ്പോർട്ട് ചെയ്യുന്ന ആള് അയാൾ പേയ്മെന്റ് തരാം, അയാളുടെ ബാങ്കിന്റെ ഗ്യാരണ്ടിയോട് കൂടിയിട്ട് എന്നോട് പറയുകയാണെങ്കിൽ അതിനാണ് ബാങ്കേഴ്സ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു ബാങ്കേഴ്സ് അക്സെപ്റ്റൻസ് ആ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ നല്ലോണം പഠിച്ചിട്ടുണ്ട്. ബാങ്കേഴ്സ് അക്സെപ്റ്റൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, അത് ഡിസ്കൗണ്ട് ചെയ്തിട്ട് നമുക്ക് പൈസ എല്ലാം വാങ്ങിക്കുന്നതാണ്. ഇതൊക്കെ ഡിസ്കൗണ്ട് ഇൻസ്ട്രുമെന്റ്സിൽ വരുന്നതാണ്. ട്രഷറി ബിൽസ് ഷോർട്ട് ടേം എന്താ പറയാ ഗവൺമെന്റ് ഡെപ്റ്റ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലത്തെ ഡിസ്കൗണ്ട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഡിസ്കൗണ്ട് ചെയ്തിട്ട് ക്യാഷ് ഫ്ലോസ് ഒക്കെ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ഓപ്പറേഷൻസോ കാര്യങ്ങളൊന്നും പഠിക്കാനൊന്നുമില്ല. അത്ര വലിയ രീതിയിൽ ടെസ്റ്റ് ചെയ്യുന്നതല്ല, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നു നോക്കുന്നുണ്ടാവും. മണി മാർക്കറ്റിൽ ഇൻസ്ട്രുമെന്റ്സ്, ഇൻട്രസ്റ്റ് ബെയറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ഡിസ്കൗണ്ട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ഡെറിവേറ്റീവ് പ്രൊഡക്ട്സുകളൊക്കെ ഉണ്ട്. ഇതിൽ എന്തൊക്കെയാണ് അങ്ങനത്തെ ഒരു നോളജ് മതി നിങ്ങൾക്ക്. ഓക്കെ, ആ നോളജ് മതി. അല്ലാതെ ഇതിനെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പഠിക്കാൻ പറ്റും, ഒരുപാട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇതിന്റെ ഒന്നും ആവശ്യമില്ല അത് നിങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻട്രസ്റ്റ് ബെയറിംഗ് ഇൻസ്ട്രുമെന്റ്സ് പറഞ്ഞു, ഡിസ്കൗണ്ട് ഇൻസ്ട്രുമെന്റ്സ് പറഞ്ഞു. പിന്നുള്ളതാണ് ഡെറിവേറ്റീവ് പ്രൊഡക്ട്സ്. ഈ ഡെറിവേറ്റീവ്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല, കാരണം അത് റിസ്ക് മാനേജ്മെന്റ് പഠിച്ചു കഴിയുമ്പോഴാണ് അതിന്റെ യൂസേജും കാര്യങ്ങളും മനസ്സിലാവും. ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു അണ്ടർലൈൻ അസറ്റിനനുസരിച്ചിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല, റിസ്ക് മാനേജ്മെന്റ് എടുക്കുമ്പോൾ മനസ്സിലാവും. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, സ്വാപ്പ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാ ഡെറിവേറ്റീവ് യൂസ് ചെയ്യാന്നറിയോ? റിസ്ക് ഹെഡ് ചെയ്യാൻ വേണ്ടി. അതൊക്കെ പഠിച്ചു. എന്തിനാണ് ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യുക? ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് കോൺട്രാക്ട്സ് ആണ്. ഈ ഡെറിവേറ്റീവ് കോൺട്രാക്ട്സ് ബിസിനസ് യൂസ് ചെയ്യും, ബിസിനസ്സും ഇൻവെസ്റ്റേഴ്സും ഒക്കെ യൂസ് ചെയ്യും. എന്തിനാ യൂസ് ചെയ്യാം? റിസ്കുകൾ, ഈ ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ ഉണ്ടാവുന്ന റിസ്കുകൾ, ബിസിനസ്സിലുള്ള റിസ്കിനെ ഹെഡ് ചെയ്യാൻ യൂസ് ചെയ്യും. ഇതുപോലെ ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്തുള്ള റിസ്കിനെ ഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും ഡെറിവേറ്റീവ്സ്. ഓക്കെ, ഡെറിവേറ്റീവ്സ് ഇതൊക്കെ മണി മാർക്കറ്റ്സിലുള്ള മെയിൻ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഇൻട്രസ്റ്റ് ബെയറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ഡിസ്കൗണ്ട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ഡെറിവേറ്റീവ് പ്രോഡക്ട്സ് ഉണ്ട്. ഇതാണ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്. ലോങ് ടേം ക്യാപിറ്റൽ മാർക്കറ്റ് വേറെ, അത് കഴിഞ്ഞ് ഷോർട്ട് ടേം മണി മാർക്കറ്റ്സ് പറഞ്ഞു. ഇനി ഇതൊക്കെ ഓരോ രാജ്യത്തിനും അവരുടേതായിട്ടുണ്ടാവും. ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്സ് ഉണ്ട്, മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്സ് ലൈക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്, ബോണ്ട് മാർക്കറ്റ് ഉണ്ട്. നമ്മുടെ തന്നെ ഇതുപോലത്തെ ഒരുപാട് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ നെറ്റ്വർക്കും അവിടെ നടക്കുന്ന മണി മാർക്കറ്റ് ആക്ടിവിറ്റി നമുക്കുണ്ട്. ഇനി ഇന്റർനാഷണൽ ലെവലില് UK ഫോറിൻ അഫയേഴ്സ് ഇല്ലേ, ഇന്റർനാഷണൽ ലെവലിലുള്ള ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും വേണ്ടേ? വേറെ കറൻസിയിൽ എനിക്ക് ലോൺ എടുക്കണം, വേറെ കറൻസിയിൽ എനിക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. ലൈക്ക് ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും നമുക്കറിയണം. ഏതാണ് ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്? ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ് ഇല്ലേ, ലോങ് ടേം ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്, ദാറ്റ് ഈസ് ലോങ് ടേം. ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്സിനെ പറയുന്ന പേരാണ് യൂറോ ബോണ്ട് മാർക്കറ്റ്. ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്സിനെ പറയുന്ന പേരാണ് ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്സ്, ദാറ്റ് ഈസ് ലോങ് ടേം. അതിനെ പറയുന്ന പേരാണ് ഗ്ലോബൽ മാർക്കറ്റ്. ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്, യൂറോ ബോണ്ട് മാർക്കറ്റ് എന്ന് പറയും. യൂറോ ബോണ്ട് മാർക്കറ്റ്സ്, അവിടെ ഒരുപാട് ബോണ്ടുകളൊക്കെ ഉണ്ടായിരിക്കും, ഗ്ലോബൽ കമ്പനീസിന്റെ ബോണ്ടുകൾ പല കറൻസീസിലുണ്ടായിരിക്കും, ഫോറിൻ കറൻസീസിലൊക്കെ ആയിരിക്കും. ഇനി യൂറോ കറൻസി മാർക്കറ്റ് ഉണ്ട്. യൂറോ കറൻസി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അത് ഇന്റർനാഷണൽ മണി മാർക്കറ്റ്സ് ആണ്. ഇത് നിങ്ങൾ അങ്ങനെ പഠിച്ചു വെച്ചോളൂ, ചിലപ്പോൾ MCQലൊക്കെ ആയിരിക്കും ചോദിക്കാം. ഇന്റർനാഷണൽ മണി മാർക്കറ്റ്സ് ഏതാണ്? യൂറോ ബോണ്ട് മാർക്കറ്റ്, യൂറോ കറൻസി മാർക്കറ്റ് എന്നൊക്കെ പറയും. യൂറോ കറൻസി മാർക്കറ്റ് ആണ് ഇന്റർനാഷണൽ മണി മാർക്കറ്റ് ഷോർട്ട്. ഏതാണ് ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്? ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ് യൂറോ ബോണ്ട് മാർക്കറ്റ്. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി, അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നുമില്ല. അതെന്താ, എവിടെയാ, എങ്ങനെയാ ഭയങ്കര ഡീറ്റെയിൽഡ് ആണെങ്കിൽ ഒരുപാട് പഠിക്കാനുണ്ട്. ദാറ്റ്സ് നോട്ട് റിക്വയർഡ്. ഓക്കെ, ക്ലിയർ ആണോ?